ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ദ റൈറ്റ് ബിസിനസ് ഐഡിയ ഫ്രം ഹോം. അപ്പം അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, റോങ് ഐഡിയ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് വേ നമ്മൾ ഗിവ് അപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷനും കൂടെ അനുസരിച്ചാവണം. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാനാണെങ്കിൽ ഈ പറയുന്നതിൻ്റെ കൂട്ടും മാക്രമയുടെ ഒരു എക്സാമ്പിൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീലിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി, അതായത് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ബേബീനെ നോക്കിക്കൊണ്ട് എനിക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതെനിക്ക് ഒരെണ്ണം പോലും ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് ഒരു 4-5 ഡേയ്സ് എടുത്തിട്ട് പോലും. അങ്ങനെ നമ്മളൊരു ഓർഡർ എടുത്തിട്ട് നമുക്കത് കറക്റ്റ് ടൈമിന് കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൾട്ടായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച ടൈമിന്. സോ നമ്മുടെ പാഷൻ മാത്രം പോരാ, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചും കൂടെ അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ നല്ലൊരു ഐഡിയ കണ്ടുപിടിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ചെന്നിട്ട് ഗൂഗിളിൽ ചെന്നിട്ട് ട്രെൻഡിങ് ബിസിനസ് ഐഡിയാസ് എന്ന് പറഞ്ഞ് അടിക്കും. അപ്പോൾ അതിനകത്ത് ചിലപ്പം ഫോർ എക്സാമ്പിൾ ക്യാൻഡിൽസ് കാണും, അല്ലെങ്കിൽ ഡ്രീം ക്യാച്ചേഴ്സ് കാണും. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്, ഈ ഐഡിയ എനിക്കും കൂടെ നല്ലതായിരിക്കും അല്ലേ, ഈസ് ദിസ് ബിസിനസ് ഐഡിയ ഗുഡ് ഫോർ മീ, അപ്പം നമുക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. സീരിയസ്ലി പറയുകയാണെങ്കിൽ ഈ ഡ്രീം ക്യാച്ചേഴ്സ് പോലും എനിക്ക് ചില പേജസൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർ ആയി. ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇൻറ്റേൺഷിപ്പിന് നിന്നപ്പോഴത്തേക്കും എനിക്കിത് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഞാനത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷെ ഇത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒത്തിരി ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നല്ല ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം അത് നമ്മളും കൂടെ നോക്കണം, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ബിസിനസ്സും ആർക്കോ വേണ്ടിയിട്ട് നല്ലതായിരിക്കും, പക്ഷേ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലതായിരിക്കത്തില്ല. ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ സമ്മൺ ബട്ട് നോട്ട് എവ്രി വൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അതേഴ്സ് ചെയ്യുന്നുണ്ട്, അതേഴ്സ് ആർ ഡൂയിങ് ഇറ്റ് എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ നമ്മൾ ലൂസാവുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഫൈൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഇൻട്രസ്റ്റ്. നമ്മുടെ സ്ട്രെങ്ത്തും ഇൻട്രസ്റ്റും നമ്മൾ നോക്കുക. എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് ഐഡിയയിലോട്ട് വരുന്നത്, നമ്മൾ നമ്മളെ തന്നെ നോക്കണം, പുറത്ത് നോക്കേണ്ട കാര്യമില്ല. ലുക്ക് ഇൻസൈഡ് നോട്ട് ഔട്ട്സൈഡ്. അപ്പോൾ അതിനകത്ത് 3 കാര്യങ്ങൾ നിങ്ങൾ ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ചേരുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണ്ടേന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരും പേ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ക്യാൻഡിൽ മേക്കിംഗ് നമ്മളിരുന്നൊരു ഹോബിയായിട്ട്, നമ്മളൊരു പാഷനായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ, അതോ നമ്മൾ ജസ്റ്റ് ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ട് ചെയ്യുവാണോ? കാരണം നമുക്ക് നല്ലപോലെ ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമേ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു ബിസിനസ് ഐഡിയ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ഡൗട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആൾക്കാർ വന്ന് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ ചോദിക്കുന്നുള്ള നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് നോക്കിയിട്ട് ആൾക്കാരെന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്, എൻ്റെ അടുത്ത് ഒത്തിരി ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സോ അങ്ങനെ അപ്പം നമുക്ക് വേണമെങ്കിൽ ആസ് എ ഡിസൈനർ ഡിസൈനിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കുക, എന്താണ് ആൾക്കാർ ഹെൽപ്പ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെക്കർ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ഗിഫ്റ്റ്സിൻ്റെ ബിസിനസ് ചെയ്യാം റിലേറ്റഡ് ടു ഡെക്കറേറ്റിംഗ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ എങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് കോച്ചിങ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേഷൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്നാക്ക് അല്ലെങ്കിൽ ബേക്കിംഗ് ബിസിനസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റെപ്പ് 2 നോക്കേണ്ട കാര്യം, നിങ്ങൾ ഡിമാൻഡ് എപ്പോഴും നോക്കണം.
ചെക്ക് ഡിമാൻഡ് ഫ്രം ഹോം. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നോക്കാൻ പറ്റും. അതിന് നിങ്ങൾ പുറത്തിറങ്ങി പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോയിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പ്രോഡക്റ്റ്സ്, അതായത് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഇപ്പം ആൻറ്റി ടാർണിഷ് ജ്വല്ലറി എന്ന് പറയുന്ന ഭയങ്കര ബൂം ചെയ്തിരിക്കുന്ന ഒരു ജ്വല്ലറി ബിസിനസ്സാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ മാർക്കറ്റ് പ്ലേസസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റും റിവ്യൂസും നോക്കുക, എന്താണ് ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ 5 to 10 ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, അഭിപ്രായം ചോദിക്കുക. നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവർ പറയുന്നത്, റൈറ്റ്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി. അപ്പം നിങ്ങൾ ആ സെയിം സാധനം സെയിം രീതിയിൽ തന്നെ ചെയ്യണം എന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഹാൻഡിക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ നിങ്ങളുടെ സ്റ്റോറി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഡു ഇറ്റ് ഇൻ യുവർ ഓൺ സ്റ്റൈൽ ആൻഡ് സ്റ്റോറി. മനസ്സിലായോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് പീപ്പിൾ കണക്ട് വിത്ത് സ്റ്റോറീസ് ദാൻ പ്രോഡക്ട്സ്. അത് ഞാൻ ഒത്തിരി വട്ടം പറയുന്ന കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ടെസ്റ്റ് സ്മോൾ ബിഫോർ ഗോയിങ് ഓൾ ഇൻ. ചെറുതായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടൊരു 5-10 എണ്ണം വാങ്ങിച്ചിട്ട് നിങ്ങളത് നോക്കുക. പിന്നെ ഇതിനകത്ത് നോക്കേണ്ട കാര്യം, നിങ്ങൾ പെർഫെക്റ്റ് ടൈം സെറ്റപ്പ് എല്ലാം നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് സ്മോൾ. അത് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ 5 പ്രോഡക്ട്സ് നിങ്ങൾക്ക് 5 ക്ലയൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടാം. ഗെറ്റ് ഫീഡ്ബാക്ക്, ഇംപ്രൂവ് ആൻഡ് ഗ്രോ. ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നോട്ടെന്ന് പറയുന്നത് ബിഗ് ബിസിനസ്സസ് ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം സ്മോൾ എക്സ്പെരിമെൻറ്റ്സ്. അവരെപ്പോഴും ചെറുതായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ കാണും, നമുക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ, നമുക്ക് ഒത്തിരി ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പം ഒത്തിരി ബിസിനസ്സസ് കണ്ടിട്ട് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് നമ്മുടെ മൈൻഡിൽ വരും. അപ്പം നമുക്ക് ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് ഏതിൽ ഉറപ്പിക്കണം എന്നറിയത്തില്ല. സോ യു ഹാവ് ടു നിഷ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് ചെയ്താൽ അത് പെട്ടെന്ന് ഹിറ്റാവും. സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് നോക്കണം. കാരണം നമ്മളിപ്പം സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഒത്തിരി ഒരു 1000-10,000 സാധനങ്ങൾ കാണും. സോ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് പോകുന്ന പോലെ ആയിരിക്കരുത് നമ്മുടെ ഓൺലൈൻ സ്റ്റോർ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വരുമ്പോഴത്തേക്കും ഒരു പ്രോഡക്റ്റിനെ തന്നെ നിങ്ങൾ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ അതാണ് എപ്പോഴും ആൾക്കാർ നോക്കുന്നത്, അതിൽ കണക്റ്റ് ആവുന്നത്, അതിൽ ഹിറ്റ് ആവുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നത് 3 ബിസിനസ് നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. അതിനകത്ത് ഒരെണ്ണം നിങ്ങളുടെ സ്കില്ലിനും ഇൻട്രസ്റ്റിനും മാച്ച് ആവുന്നത് നിങ്ങൾ സർക്കിൾ ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെയാണ് നിങ്ങൾ നിഷ് ഡൗൺ ചെയ്ത് ഒരു ബിസിനസ് ഐഡിയ കറക്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ബിസിനസ് ഐഡിയ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഇൻസ്റ്റാഗ്രാം ചാനലും ഉണ്ട്, HNC Setso. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കൂ. ബൈ.